പഴുതടച്ച ചിട്ടയാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് തോറ്റുവെന്നറിയാതെ കുഴങ്ങുകയാണ് ഉടുമ്പൻചോലയിൽ LDF നേതൃത്വം. ഇടത് നേതാക്കളുടെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് വിവിധ പഞ്ചായത്തുകളിൽ മുന്നണിക്കുണ്ടായ തിരിച്ചടി. ക്ഷേമ പെൻഷൻ വർധനവും ഭൂപതിവ് നിയമചട്ട ഭേദഗതിയും അടക്കമുള്ള സർക്കാർ നടപടികൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷകളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം തകിടം മറിച്ചത്. സാധാരണക്കാർക്കും കർഷകരും തോട്ടം തൊഴിലാളികളും നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വർഷങ്ങളായി തുടരുന്ന ആധിപത്യം തുടരാമെന്ന തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു ഇടതുപക്ഷം. എന്നാൽ ഫലം LDF കേന്ദ്രങ്ങളിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. 2020 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയിൽ LDF നേടിയെടുത്ത വിജയങ്ങളടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഉടുമ്പൻചോലയിൽ തകർന്നടിഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളും വിമതശല്യങ്ങളുമൊക്കെ ഉയർന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് UDFന്റെ തിളക്കമാർന്ന വിജയത്തിന് ഒരു കാരണം. ഭൂരിപക്ഷം പഞ്ചായത്തുകളും കൈവിട്ടതിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും മാത്രമല്ലെന്നാണ് വിലയിരുത്തൽ. പാഴായ ഇടുക്കി പാക്കേജ്, ജില്ലയോടുള്ള തുടർച്ചയായ അവഗണന, നിർമ്മാണ നിരോധനമടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത വന്യമൃഗശല്യം, വികസന പ്രവർത്തനങ്ങളിൽ വനം വകുപ്പിന്റെ അനാവശ്യ തടസ്സവാദങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പരാജയത്തിന് ആക്കം കൂട്ടിയെന്നാണ് കണക്കുകൂട്ടൽ. ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ഭൂചട്ടം ഭേദഗതി ചെയ്ത് ഭൂമി ക്രമവൽക്കരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചെങ്കിലും ഇതൊന്നും വോട്ടർമാരെ സ്വാധീനിക്കുവാൻ ആയില്ല. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.